അങ്ങനെ മരിച്ചു. ഞാൻ അപകടം പോലായിരിക്കും. ആത്മഹത്യയായിരുന്നു. പ്രണയം ഉണ്ടായിരുന്നു. ഭയങ്കര ഷോക്കായി പോയി. ഞാൻ പറയാൻ ഉദ്ദേശിച്ച നമുക്ക് ഇങ്ങനെ കുറേ ഇൻസിഡൻസാണ് നമ്മൾ ആൾക്കാർ ആ ഒരു സംഭവമാണ് നമ്മൾ കൊടുക്കാനിരിക്കുന്നത് ആൾക്കാരുടെ ഇടയിലേക്ക്. അതായത് ഇത് നമ്മൾ ചില വികാരങ്ങൾ അന്നേരം ആത്മഹത്യയാണ് വികാരം വന്നത്. ആ വികാരം കഴിഞ്ഞ് നമുക്കൊരു ഒരു റിക്കവറിങ് ഉണ്ട്. ആ സ്റ്റേജിലേക്ക് ആൾക്കാർ പോകണം. തനിക്ക് എന്തിന്റെ കുഴപ്പമാണോ? കൊച്ചി നഗരം, വലിയൊരു കമ്പനിയിൽ ജോലി, കൂടെ താമസിക്കാൻ വൈബുള്ള പെണ്ണ്, താമസിക്കാൻ ഫ്ലാറ്റ്, ഒപ്പം ഒരു മാജിക് മറ്റേ ഇടുക്കി ഗോൾഡ് പോലെ അതെ സർട്ടിഫിക്കറ്റ് ആണ്. മാജിക് മഷ്റൂം ഉണ്ടെന്ന് പറയുന്നു, പ്രണയം ഉണ്ടെന്ന് പറയുന്നു, ലിവിങ് ടുഗദർ ഉണ്ടെന്ന് പറയുന്നു, നല്ല പാട്ടുകളുണ്ട്. മാജിക് മഷ്റൂം അതെ ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഒരു അഡൽസുള്ളിയാണെന്നും റോബിൻ ബസ് ആണ് പ്ലാൻ ഇടുന്നത്. പ്രശാന്ത് അന്നൊരിക്കൽ ഒരു നോ പറഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടിയുടെ മരണത്തിൽ പ്രശാന്ത് എന്തുമാത്രം സ്കിപ്പായി അല്ലേ? ഞാൻ പറഞ്ഞത് സ്കിപ്പായി. നിങ്ങളെ ഉത്തരം ഞാൻ ഇപ്പോഴെ ക്യാമറ റെക്കോർഡ് ചെയ്ത് നാട്ടുകാരെ കേൾപ്പിക്കും. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടിട്ട് മറ്റേ ഇടുക്കി ഗോൾഡ് കണ്ടിട്ട് കുട്ടികൾ കഞ്ചാവ് ഉപയോഗം കൂടിയെന്ന് പറയുന്നതിന്റെ കൂൺ കണ്ടിട്ട് ആളുകൾ മഷ്റൂം അടിക്കാൻ പോകും. നമ്മൾ കാർബൺ സിനിമ കണ്ടപ്പോഴത്തേന് ഫഹദ് ഫാസിൽ ഇത് കഴിക്കുന്നുണ്ട് ലാസ്റ്റ്. അപ്പോൾ വൈബ് തെറ്റിയിട്ട് വേറൊരു ലോകത്തേക്കാണ്. ഇല്ല ചെയ്തിട്ടില്ല. ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആഗ്രഹം അല്ല, ഇത് എന്താണെന്നുള്ള ടേസ്റ്റ് ചെയ്ത് നമുക്ക് അതിന്റെ വൈബ് എന്നാന്ന് അറിയാൻ വേണ്ടി ഇതാണ് നോക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എന്തെങ്കിലും ഈ ഫാമിലി ആയിട്ട് പോകുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്തെങ്കിലും ഒരു സന്ദേശം? ഉണ്ട്. ആത്മഹത്യയായിരുന്നു. പ്രണയം ഉണ്ടായിരുന്നു. ഭയങ്കര ഷോക്കായി പോയി. ഞാൻ പറയാൻ ഉദ്ദേശിച്ച പ്രശാന്ത് അന്നൊരിക്കൽ ഒരു നോ പറഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടിയുടെ മരണത്തിൽ പ്രശാന്ത് എന്തുമാത്രം നോവുണ്ടാവും. എന്റെ മുന്നിൽ ഒരു വോഡാഫോണിൽ എക്സിക്യൂട്ടീവ് നാളെ കൈ കൊടുത്ത് സംസാരിച്ച ഒരാൾ പിന്നീട് എന്റെ മുന്നിൽ 2024 8 വർഷങ്ങൾക്ക് ഇപ്പോൾ സംവിധായകനായിട്ടിരിക്കുമ്പോൾ ഏറെ സന്തോഷം. 2016 ഞാൻ വർക്ക് ചെയ്യുന്ന ചാനലിന്റെ ഓഫീസിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു. വോഡാഫോൺ കമ്പനിയുടെ കോർപ്പറേറ്റ് കമ്പനി സിമ്മുകളുടെ എക്സിക്യൂട്ടീവായിട്ട് 2024 എനിക്ക് മുന്നിൽ അയാൾ വീണ്ടും ഇരിക്കുന്നു. മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ തിയേറ്ററുകളിൽ റിലീസാൻ പോകുന്നു. കൂൺ. പ്രശാന്ത് മോളിക്കൽ, സ്വാഗതം. താങ്ക് യു. പ്രശാന്ത് മോളിക്കലാണോ മാളിയക്കലാണോ എന്നൊക്കെയുള്ള സംശയം വരും പെട്ടെന്ന് വായിക്കുമ്പോൾ. പ്രശാന്ത് മോളിക്കൽ നമ്മൾ 8 വർഷമായി കണ്ടിട്ട്. അതെ, 8 വർഷങ്ങൾക്ക് മുമ്പ് കാണുമ്പോൾ സിനിമാ സ്വപ്നം നമ്മൾ പങ്കുവച്ചിട്ടില്ല. പക്ഷേ പിന്നീട് പോകെ താങ്കളുടെ ആദ്യത്തെ സിനിമ അനൗൺസ് ചെയ്യുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ഫേസ്ബുക്കിൽ മെസ്സേജുകൾ അയക്കാറുണ്ട്. ആദ്യത്തെ സിനിമ തിയേറ്ററിൽ റിലീസാകാൻ പോകുന്നു. ഇപ്പോൾ എന്താ മനസ്സിൽ തോന്നുന്നത്? ഭയങ്കര നമുക്ക് കല്യാണ ദിവസം നമുക്കുണ്ടാകുന്നൊരു ടെൻഷനുണ്ടല്ലോ, ആ ടെൻഷൻ. ഇതിൻ്റെ സെൻസർ സമയത്തും ലേബർ റൂമിൽ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിൻ്റെ ഫ്രണ്ട് നിൽക്കുന്നത് ആ ഒരു അവസ്ഥയായിരുന്നു അത്. ഇപ്പോൾ അതിൽ വലിയൊരു ടെൻഷൻ. ഓരോ ദിവസവും നമ്മൾ ടെൻഷനായിരുന്നു അടുക്കും തോറും. പക്ഷെ വേറെ ഒന്നുമല്ല, നമ്മൾ ഒരുക്കി വെച്ചേക്കുന്ന വിരുന്ന് ആൾക്കാർ കാണുമ്പോൾ അത് എങ്ങനെയൊക്കെയാണ് അഭിപ്രായം വരുന്നതെന്നുള്ള അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ടല്ലോ, അതാണ്. ഈ മനുഷ്യരുടെ ടേസ്റ്റ് പല വിധത്തിലാണ്. നമ്മൾ എത്ര കിടിലനായിട്ട് സദ്യ ഒരുക്കി വെച്ചാലും ചില ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഈ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ മലയാളത്തിൽ അരങ്ങ് വാഴുന്ന കാലഘട്ടമാണ്. ഇതിൻ്റെ ഇടയിലൂടെ വന്ന ചെറിയ ബഡ്ജറ്റ് സിനിമകളൊക്കെ ഇങ്ങനെ വന്നു പോകും. ചിലർക്ക് അത് പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിക്കും. വലിയ താരനിരയൊന്നും ഇല്ലാത്തൊരു സിനിമ, പക്ഷെ എൻ്റെ പേര് ഒരു പ്രത്യേകതയുണ്ട്, കൂൺ. എന്താണ് ഈ കൂണെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി ആളുകൾക്കുണ്ടാവും. പ്രശാന്തിൻ്റെ വാക്കുകളിലൂടെ കേൾക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. എന്താണ് ഈ കൂൺ? ഇപ്പം ആ ഒരു ക്യൂരിയോസിറ്റി നിർത്തണമെന്നാണ്. പണ്ട് തൊട്ട് പണ്ടൊക്കെ, അതായത് കുഞ്ഞുനാളിൽ നമ്മളെ സിനിമ കാണിക്കാൻ നമ്മളെ ആകർഷിച്ചത് നമ്മുടെ സിനിമയുടെ പേരുകളാണ്. അപ്പോൾ അന്ന് തൊട്ട് എനിക്ക് സിനിമ ഒരു കൗതുകമാണ്. അപ്പം എൻ്റെ സിനിമയുടെ ഫസ്റ്റ് ഇത്ര ലൈനേ ആകാവുള്ളൂ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കൗതുകം തോന്നിക്കണം എന്നായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം പടത്തിൻ്റെ പേര് വൺ ലവ് എന്നായിരുന്നു ടൈറ്റിൽ. വൺ ലവ് അത് മാറ്റിയിട്ടാണ് ഒരു ലവ് റിലേറ്റഡ് വ്യത്യസ്തമായ ലവ് പറയുന്ന ഒരു കഥയായതുകൊണ്ട് ഞാൻ ഇത് അങ്ങനെ ഒരു മൂമെൻറ്റിലാണ് പോയത്. അപ്പോൾ അതിനകത്ത് പിന്നീട് ഞാൻ ചിന്തിച്ചത് അത്ര എത്തത്തില്ല, സാധാരണക്കാരൻ്റെ ഇടയിലും പടം എത്തണം. ഒരു സ്പെഷ്യൽ കാറ്റഗറി പുതിയൊരു ന്യൂജൻ ടീമിൻ്റെ അടുത്തേക്ക് പടം എത്തിയാൽ പോരാ, എല്ലാവർക്കും കൂടെ എത്തണം. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് റാന്നി പോലൊരു നാട്ടിൽ നിന്ന് വന്ന് ആ പടം ചെയ്യുമ്പോൾ അവർക്കും ഒരു കാണാനൊരിത് വേണം. ഇപ്പം മുമ്പേ എന്നോട് ചോദിച്ചില്ലേ, എല്ലാവർക്കും തരത്തിൽ ടേസ്റ്റ് ചെയ്യുന്ന പടമാണ്. ആ രീതിയിലാണ് ഞാൻ ട്രീറ്റ് ചെയ്തേക്കുന്നത്. അതിൽ എനിക്കൊരു 80% എനിക്ക്
വിശ്വാസമുണ്ട്. കൂണൊരു പ്രണയകഥയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂണ് അങ്ങനെയുണ്ട്, പ്രണയമല്ല, ത്രില്ലറാണ്. ഒരു വ്യത്യസ്തമായ പ്രണയം പറയാം, ത്രില്ലറും പ്രണയവും എല്ലാം മിക്സ് ചെയ്യും. ഒരു സൈക്കോ. ഞാനൊരു ട്രോൾ വീഡിയോ അല്ല, ഒരു പോസ്റ്റ് കണ്ടു. ഓക്കെ. കൊച്ചി നഗരം, 1000 ശമ്പളം, ഒരു ആഡംബര ഫ്ലാറ്റ്, കൂടെ താമസിക്കാൻ അതേ വൈബുള്ളൊരു പെണ്ണ്, അത് മതി എല്ലാവർക്കും. എന്താ അത്? അതായത് ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഓരോരുത്തർ കാണുന്ന ട്രെയിലർ, സോങ് ഇതെല്ലാം കാണുമ്പോൾ ഓരോരുത്തർ അവരുടെ ജഡ്ജ്മെൻറ്റാണ്. മലയാളി പ്രേക്ഷകരുടെ അല്ലെങ്കിൽ ഈ ഫിലിം കാണുന്ന പ്രേക്ഷകരുടെ ഒരു ആദ്യത്തെ അവരുടെ ജഡ്ജ്മെൻറ്റ്, ഒരു ജഡ്ജ്മെൻറ്റ് വെച്ചാൽ ഒരു ഫിലിം കാണാൻ പോകുന്നത്. ആ ജഡ്ജ്മെൻറ്റ് പൂർണ്ണമായിട്ട് ഇത് മാറ്റും. നിങ്ങൾക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്താണ് കൂണെന്ന്. അങ്ങനെയാണ്. അല്ല, ഞാനും വിചാരിച്ചെന്ന് വെച്ചാൽ ഇപ്പോൾ കൊച്ചിയിൽ ലിവിങ് ടുഗദറുകളൊക്കെ സർവ്വസാധാരണമാണ്. അപ്പോൾ പിന്നെ ജോലിയിടങ്ങളിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരൊക്കെ ഒരുമിച്ച് ഫ്ലാറ്റ് എടുത്ത് താമസിക്കുന്നു, കറങ്ങാൻ പോകും. അപ്പം അതിന്റെ ഒരു കഥ പറയുന്ന ഒരു സിനിമയായിരിക്കും കൂണെന്നാണ് ഈ പോസ്റ്ററുകളൊക്കെ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി. സിറ്റുവേഷൻ ലവ് ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സിറ്റുവേഷൻ ലവ്, ഒരാളെ ഇഷ്ടപ്പെടാൻ പ്രത്യേക കാരണങ്ങൾ, ചില ചട്ടക്കൂടിൽ നിന്ന് ചില പ്ലാനുകളാണ്, അവർ ചിലർ അയഞ്ഞു കൊടുക്കാറുണ്ട് ചില കാര്യങ്ങൾക്ക്. അങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനനുസരിച്ചാണ്. പറയാൻ ആഗ്രഹമില്ല, കുത്തി ചോദിക്കുകയും വേണ്ട, പറയത്തില്ല. പക്ഷേ ഈ സിനിമയിലേക്കുള്ളൊരു യാത്ര, ഞാൻ പറഞ്ഞു വോഡാഫോൺ എക്സിക്യൂട്ടീവ് ആയിരുന്നു എൻ്റെ അറിവുള്ള പ്രശാന്ത്. വോഡാഫോൺ എക്സിക്യൂട്ടീവ്, പിന്നീട് പല ജോലികളും ചെയ്തിട്ടുണ്ടാവും. രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു, പിന്നീട് ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായി. എവിടെയാണ് സിനിമ എന്ന പോയിന്റിലേക്ക് തിരിച്ചെത്തിയത്? സിനിമ എന്ന പോയിന്റിൽ കുഞ്ഞുനാൾ തൊട്ടുണ്ടായിരുന്നു. കോളേജ്, സ്കൂൾ തൊട്ട് നമ്മൾ, ഇപ്പം ഞാൻ പഠിച്ച സ്കൂള് വെച്ചിച്ചിറയിലെ സീമ സ്കൂൾ, അല്ലേപ്പെട്ട കുന്നം സ്കൂള്, MDVHS അടക്കം, പിന്നെ MES കോളേജ്. അത് കഴിഞ്ഞ് തിരുവനന്തപുരം, ഇതിനിടയ്ക്ക് സിവിൽ സർവീസ് മുഖമായിട്ട് തിരുവനന്തപുരത്ത് കോച്ചിങ്ങിനൊക്കെ പോയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, ഈ കാലഘട്ടങ്ങളിലെല്ലാം ഞാൻ പോയിടത്തെല്ലാം നമ്മുടെ അവിടെ എന്ത് ഈവൻ്റ് ആയിക്കോട്ടെ, ആ ഈവൻറ്റിൽ നമ്മുടെ ഒരു പേര് പ്രസൻറ്റ് ചെയ്യാൻ, ഇടിച്ചു നിൽക്കുക എല്ലാത്തിലും. അത് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ സ്കൂളിലായപോലെ അനിയനും ഫിലിമിലുണ്ട്, സൗണ്ടിലാണ്. അപ്പോൾ അവനും ജൂനിയർ ലെവലൊക്കെ അവൻ്റെ പേരും പറയും, എൻ്റെ പേര് അല്ലാത്ത പറയും. സെക്കൻഡും തേർഡും ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ നമ്മളുണ്ട്, പാട്ട് പാടാനും നമ്മളുണ്ട്, ഡാൻസ് കളിക്കാനും നമ്മളുണ്ട്, നാടകത്തിനും നമ്മളുണ്ട്. എന്നാൽ നമുക്കിതൊക്കെ അറിയാമോ? അതെ. അപ്പോൾ അങ്ങനെ വന്ന് സിനിമയ്ക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ എറണാകുളത്ത് ടെലികോമിൽ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. ആദ്യം ഹോട്ടൽ ഫീൽഡാണ്. ഗോൾഡൻ ഫോർക്കിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഓർഡർ ടേക്കർ കാഷ്യറായിട്ടാണ് വർക്ക് ചെയ്തത്. അത് നമ്മുടെ ഈ പറയുന്ന തൃപ്പൂണിത്തുറ പേട്ടയാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്ത സമയത്ത് അവിടെ വരുന്ന പല കസ്റ്റമറും സിനിമാക്കാരാണ്. അപ്പോൾ അവരെ ഇപ്പം മിമിക്രി താരങ്ങളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ, ജയറാമേട്ടനൊക്കെ ഫോൺ വിളിച്ചിട്ടുണ്ട് ഓർഡർ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഭയങ്കര കൗതുകം ഇവരൊക്കെ വിളിക്കുന്ന. അപ്പോൾ കാളിദാസിന് പിസ വേണം അല്ല പറഞ്ഞ മനസ്സിലായി, അങ്ങനത്തെ ഒരു ആ രീതിയിലൊക്കെ. അപ്പോൾ അങ്ങനെ അവിടെ, അപ്പോൾ നമ്മൾ ആ സിനിമയെ അന്ന് തൊട്ട് ഇങ്ങനെ പ്രണയിച്ച്. അപ്പം വീക്കെൻഡിൽ നമ്മളിങ്ങനെ അവിടുത്തെ സ്ക്രീനുണ്ട്, സാധാരണ ഹോട്ടലിൽ നല്ല വലിയ സ്ക്രീനുണ്ട്, പ്രൊജക്ടർ. അപ്പോൾ അവിടെ ഞങ്ങൾ ചുമ്മാ ഷോർട്ട് ഫിലിമൊക്കെ ചുമ്മാ പ്ലേ ചെയ്യും പോകുന്നതിന് മുമ്പായിട്ട്, ക്രൂ ഒക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു താല്പര്യം തോന്നി. പിന്നെ ഞങ്ങളൊരു മ്യൂസിക് ആൽബം ഞാൻ ആദ്യം ചെയ്യുന്നത് അവിടുന്ന് എറണാകുളത്തോട്ട്. പിന്നെ ഞാൻ ടെലികോമിലൂടെ കൂടുതൽ എന്നപ്പോൾ ശനിയും ഞായറും ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്ന പിള്ളേരുടെ വർക്ക് ചെയ്ത് പഠിക്കും. അപ്പം അന്ന് എനിക്ക് പഠിക്കാൻ അന്നത്തെ സാമ്പത്തികം 80,000 രൂപ ആണ്ട് 1 ലക്ഷം 1.5 ലക്ഷം രൂപ കണ്ടാ സാമ്പത്തികം ഫീസ് പറയാൻ. പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് ആ സമയത്ത്. അപ്പോൾ അങ്ങനെ പറ്റാതെ, പക്ഷേ ബ്രദറിനെ ബാംഗ്ലൂർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാൻ പറ്റും. അത് വളരെ ഹെൽപ്പ് ചെയ്തു. ആ ഒരു ടീമാണ് നമ്മുടെ ബൈക്ക് സപ്പോർട്ട് ചെയ്തത്. അതെ, നമ്മളൊരു ആഗ്രഹമായിട്ട് വരുമ്പോൾ ടെക്നിക്കൽ ടീമിൽ അനിയനുണ്ട്, അവൻ ബാക്കിയുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തു. നമ്മുടെ 2 ജനറേഷനാണ് ഈ ടീം വർക്ക് ചെയ്തത് ഈ പടം. അതുകൊണ്ട് വളരെ സപ്പോർട്ടീവായിരുന്നു. പൂർണ്ണമായിട്ടൊരു ടീമിൻ്റെ വിജയമാണ് ഈ പടം. ഇത് എനിക്ക് തോന്നുന്നു പ്രശാന്തിന്റെ സിനിമയിലേക്കുള്ള വരവ്. ഇപ്പോൾ പ്രശാന്ത് ഈ റോബിൻ ബസ് ഭയങ്കരമായി വിവാദമായിരുന്ന സമയത്ത് റോബിൻ ബസിന്റെ പേരിൽ ഒരു പടം അനൗൺസ് ചെയ്തു. അത് കുറെ പോസ്റ്റുകളും വാർത്തകളും ഒക്കെ ആയതാണ്. പ്രശാന്ത് മാത്രമല്ല, വേറെ ആർക്കോ അത് അനൗൺസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ അതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതാണോ അതോ ജെനുവിൻലി സിനിമയ്ക്ക് വേണ്ടി അനൗൺസ് ചെയ്തത് നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാവരും ഈ പറയുന്നത് നമുക്കത് ചെയ്യാൻ ഫാൻ മെയ്ഡ് പോസ്റ്ററുകളൊക്കെ ഇറക്കി എല്ലാവരും. ഒരു വേറെ ആൾക്കാർ ഒത്തിരി പേര് ഇറക്കിയാണ്. ഞാൻ അതിനെപ്പറ്റി അറിഞ്ഞു ഈ അടുത്തിടയ്ക്ക്. ഇപ്പം എനിക്ക് നേരിട്ട് നിങ്ങൾ എൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കൂണിൻ്റെ അത്യാവശ്യം കയറിയാണ്, അതുപോലെ തന്നെ റോബിൻ്റെ ഞാൻ അനൗൺസ് ചെയ്തപ്പോഴും കയറിയാണ്. 2 പടങ്ങളുടെ അപ്പോൾ അങ്ങനെ കയറിയിട്ടുണ്ട്. അപ്പോൾ അത് കൂണിൻ്റെ നമുക്ക് കുറച്ച് PR വർക്ക് ചെയ്യേണ്ടി വന്നു. പക്ഷെ ആ സമയത്ത് റോബിൻ്റെ അത്ര PR വർക്ക് ചെയ്യേണ്ടി വന്നില്ല. അതാണ് എൻ്റെ മാർക്കറ്റ്. ഞാൻ പറഞ്ഞ മനസ്സിലായി. പക്ഷെ ആ മാർക്കറ്റ് പോകുന്നതിന് മുമ്പ് പ്രശാന്തിന്റെ പടം വരുമോ? അത് വരും.
സീരിയസ് ആയിട്ട് അനൗൺസ് ചെയ്തതാണ്, അതെ അതെ അല്ലാതെ പ്രശാന്ത് മോളിയേക്കൽ പടം ചെയ്യാൻ പോകുന്നു അങ്ങനെയല്ല അങ്ങനെയല്ല. serious ആയിട്ട്. അല്ലാതെ കൃത്യമായിട്ട് അപ്പം ഞാൻ പറഞ്ഞത് അടുത്തിടയ്ക്ക് ഞാനൊരു പ്രൊഡ്യൂസർ എടുത്ത് അത് സബ്ജക്റ്റ് അത് ആദ്യം ഒരു വലിയൊരു കമ്പനി ആയിരുന്നു ചെയ്യാതിരുന്നത്. അവർ ഫൈനാൻഷ്യലി കുറച്ച് ലോക്കായിപ്പോയി. അപ്പോൾ അത് റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ലോക്ക് ആയതുകൊണ്ട് ആ പ്രോജക്റ്റ് ഞാൻ വേറെ ടീമിന് കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു അടുത്തിടയ്ക്ക് ഒരു പ്രൊഡ്യൂസർ എടുത്ത് പറഞ്ഞപ്പോൾ പുള്ളി കഥയെല്ലാം കേട്ടിട്ട് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ് ഞാൻ ഈ പടം മലയാളത്തിലെ പ്രമുഖ ഒരു ഡയറക്ടറെ വെച്ച് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ ആളുടെ പേരൊക്കെയാണ് നമ്മൾ വന്നത്. ഞാൻ അസോസിയേറ്റ് ചെയ്യണം. പ്രശാന്തിന് ഇപ്പോൾ ചെറിയ പടം ചെയ്തതല്ലേ എക്സ്പീരിയൻസ് എല്ലാം ഉള്ളൂ. പ്രശാന്ത് അസോസിയേറ്റ് അങ്ങനെ മറ്റേ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റും ഉണ്ട്. ഞാൻ 2 പേർക്ക് അഡ്വാൻസ് ഉണ്ട്, ചെയ്യാൻ പറ്റും. ഞാൻ പറ്റത്തില്ല, ഇത് ഞാൻ ചെയ്തു. കാരണം രാഷ്ട്രീയത്തിൽ നിന്ന് മുമ്പേ ചോദിച്ചില്ല, രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ മാറാൻ കാരണം സീനിയർ ആർട്ടിസ്റ്റിന് വേണ്ടിയുള്ള ഒഴിവോ നമ്മൾ ഈ സിനിമയിൽ വന്നപ്പോൾ ഇത് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് നമ്മളൊരു കുഞ്ഞിനെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു, ഈ കുഞ്ഞിനെ അവന് കൊടുത്തിട്ട് നമ്മൾ രണ്ടാം അച്ഛനായിട്ട് മാറി എന്നോളം പറയുന്നത് ശരിയല്ല. നമ്മുടെ കണ്ടല്ല. അപ്പം ഞാൻ പറയട്ടെ, പുതിയ പിള്ളേർ ഈ ബ്രേക്ക് ഉണ്ടാക്കി വരണം. ഞാൻ പറഞ്ഞത് ഇപ്പം കണ്ടില്ലേ, ആർട്ടിസ്റ്റ് അല്ല, ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പടം കണ്ടന്റ് നല്ലതാണ്, വിജയിക്കപ്പെടും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് മുഴുവൻ സിനിമയിൽ ഇപ്പം നിറഞ്ഞിരിക്കുന്നത് ആണോ? അവർക്ക് വാല്യൂ ഉണ്ട്. അല്ലാതെ ഞാൻ ഞെട്ടിപ്പോയെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പോയിട്ട് പടം മാർക്കറ്റ് ചെയ്ത് കൊടുക്കുക. നായകന്മാർ ഇപ്പം നിവിൻപോളി ആട്ടെ ഭഗതാട്ടെ ആരോ ആയിക്കോട്ടെ, നായകന്മാർ എന്ന് ഇവർക്കൊപ്പം ഇവരുടെ സ്ക്രിപ്റ്റിൽ മൊബൈലിൽ അഭിനയിച്ചു കൊടുക്കണം. അതിനെതിരെ ട്രോൾ വീഡിയോകളൊക്കെ വന്നു ചിലതിനകത്ത്. അതായത് സിനിമാക്കാരൻ വന്നിട്ട് ഷോർട്ട് റെഡി ഷോർട്ടൊന്നും ഇല്ല ചേട്ടാ, ഇങ്ങോട്ട് വന്ന് ഇപ്പം എടുത്ത് തീർക്കുക, അരമണിക്കൂറിൽ പരിപാടി കഴിഞ്ഞ് എൻ്റെ പ്രൊമോഷൻ വീഡിയോ എടുത്തിട്ട് പോവാണ്. കോമഡി ആയിട്ട് നമ്മളിപ്പോൾ ഫ്രണ്ട് സർക്കിളിൽ പറഞ്ഞ മലയാളത്തിൽ ഇപ്പോൾ ഓടുന്നത് അവസ്ഥ ജോണറാണ്. മറ്റുള്ളവൻ്റെ ഒരു അവസ്ഥയെ ഇപ്പുറത്ത് ചിരിക്കുന്നു. ആ എന്റർടൈൻമെന്റ് ആണ് പ്രേക്ഷകൻ. അത് കൂടി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റിനെ സ്ഥിരമായിട്ട് അവസാനം ചെയ്യുമ്പോൾ അരോചകമായി തോന്നും. ഇപ്പൊ അതാണ് ഒരു വിഷയം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വ്യത്യസ്ത പടങ്ങളൊക്കെ മാറി എല്ലാവരും വ്യത്യസ്തത പിടിച്ചു. ഇപ്പൊ കൊമേഡിയൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇല്ലാണ്ടായി. കാരണം എല്ലാവരും കോമഡിയും ചെയ്യുന്നു, എല്ലാവരും സീരിയസും ചെയ്യുന്നു. കൊമേഡിയൻ ആയിട്ട് വന്ന് 2-3 പടങ്ങൾ കഴിയുമ്പോൾ അവരെ നായകനാക്കി പടം എടുക്കാൻ ആള് വരുന്നു. ഇപ്പൊ രോഹിത്തിനെ ഇപ്പൊ ഞാനൊരു പ്രോജക്റ്റില് ഇത് ചെയ്തു. അപ്പോൾ ആ ക്യാരക്ടർ നേരത്തെ രോഹിത് ചെയ്തിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിൽ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ സിമുലേറ്റ് അടിക്കും. ഇന്നല്ല ഇന്ന ആൾ ഇന്നതാ ചെയ്യാൻ, ഇയാൾ ഇങ്ങനെ വില്ലനാകാൻ സാധ്യത ഉണ്ടല്ലേ, സാധ്യത ഉണ്ട്, ഇവൻ തന്നെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യും. ആ പ്രെഡിക്റ്റ് വരാതിരിക്കും. ഞാനിപ്പോൾ ഈ പ്രോജക്റ്റിൽ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തേക്കണം. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആരാ എങ്ങോട്ടാ തിരിയുന്നത്, നായകനാണോ വില്ലൻ, ഇനി വില്ലത്തി നായികയാണോ എന്നുള്ള. അപ്പൊ ഇത് ഈ കൂണിനൊരു 2ാം ഭാഗം തിയേറ്ററിൽ അത് സക്സസ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് മുഴുവൻ. തിയേറ്ററിൽ റിലീസ് ആയ കൂണിന് 2ാം ഭാഗം വരികയാണെങ്കിൽ പ്രശാന്ത് ഈ പുതുമുഖങ്ങളെ മാത്രമായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക? അല്ല, ഫസ്റ്റ് ഈ പുതുമുഖങ്ങൾ ഹാഫ് കാണും. അതിനകത്ത് അവരെല്ലാം ഇടാനുള്ള കണ്ടന്റ് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. നമുക്ക് ഇപ്പം നമ്മുടെ ഡ്രീം കാണാമല്ലോ, നമ്മൾ ഞാൻ കാണുന്ന വെച്ചാൽ അത്യാവശ്യം കുറച്ച് പ്രോജക്റ്റുകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി പ്രണവ് ഇത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പ്രണവ് അത്യാവശ്യം അടുത്തൊരു പ്രോജക്റ്റിൽ നമ്മുടെ പ്രോജക്റ്റിൽ വന്നാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം ഒരു ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ അതിൻ്റെ ഒരു സ്വഭാവ ഘടന പ്രണവിൻ്റെ ചില ശൈലി ഞാൻ കാണും. പ്രശാന്തിന്റെ 1ാം പടം കഴിഞ്ഞ് 2ാം പടം പോകുമ്പോഴത്തേക്ക് പ്രശാന്ത് താരങ്ങൾക്ക് പിന്നാലെ പോകുന്നു. ആദ്യത്തെ പടത്തിന്റെ പുറകെ പോയിട്ടുണ്ട്. പല താരങ്ങളും പറഞ്ഞു എൻ്റെ അടുത്ത് വലിയ പടം ഇറങ്ങാൻ പോകുന്നുണ്ട്, അപ്പം ഞാൻ ഈ ചെറിയ കണ്ടന്റ് ചെയ്ത ലോക്ക്ഡൗണില പടമില്ല വീട്ടിൽ ഇരിക്കുക. ചെന്നപ്പോൾ പറഞ്ഞു ഞാൻ അടുത്ത പടം വലിയ റിലീസ് ആകാൻ പോവാ. എൻ്റെ മാനേജർ പറഞ്ഞു ഇഷ്ടപ്പെട്ടതാണ്. അത് കഴിഞ്ഞ് പോസ്റ്റർ വൈറലായപ്പോൾ ഇവർ തിരിച്ചു വിളിച്ചു. ഞാനിവിടെ ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ട് 2 ആർട്ടിസ്റ്റ് ഞാൻ വാക്ക് കൊടുത്തിട്ട് പോസ്റ്റർ പൂജ കഴിഞ്ഞ് പോസ്റ്റർ അനൗൺസ് ചെയ്തത്. ഞാൻ വാക്ക് മാറ്റിയില്ല. അവർ വാക്ക് മാറ്റിയാലും പ്രശാന്ത് വാക്ക് മാറ്റിയില്ല. ഒരു താരത്തിൻ്റെയും ഫോൺ കോളിന് മുന്നിൽ പുതുമുഖങ്ങളെ വേണ്ടാന്ന് വെച്ചില്ല. പക്ഷെ അവരെ ആ വാക്ക് കേട്ടിരുന്നെങ്കിൽ പ്രശ്നം ഒന്നും കൂടി മൈലേജ് കിട്ടുമായിരുന്നു. പടം ഇപ്പൊ പടത്തിന് പേരുണ്ടാകുന്ന ആ പേര് അപ്പോൾ ഉണ്ടാകില്ല. അവരുടെ ലേബിൽ അങ്ങനെ ഒരു സാധനമായിട്ട് വരുന്നുള്ളൂ. പടത്തിന് ഇപ്പോഴും ആ സ്റ്റോറിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ പോകാം. പ്രശാന്ത്, ഞാൻ വേറെ സംശയിച്ചോട്ടെ, ഇപ്പൊ പല താരങ്ങളോടും നമ്മൾ കഥ പറയാൻ പോകുമ്പോൾ അവരുടെ ഇടപെടലുകൾ ഉണ്ടാവും. സ്ക്രിപ്റ്റിലാട്ടെ, കഥയിലാട്ടെ, ബഡ്ജറ്റിലാട്ടെ, എല്ലാത്തിലും ഉണ്ടാവും. കോസ്റ്റ്യൂമിൽ വരെ അഭിപ്രായം പറയും. സോ പുതുമുഖങ്ങളെ വെച്ച് ആദ്യത്തെ പടം ചെയ്തപ്പോൾ പ്രശാന്തിന് അങ്ങനെ ഒരു സംഭവം നേരിടേണ്ടി വന്നില്ല. പ്രശാന്ത് തന്നെയായിരുന്നു രാജാവ്. അതിനകത്ത് വർക്ക്ഷോപ്പ് ചെയ്തായിരുന്നു. വർക്ക്ഷോപ്പ് ചെയ്തപ്പോൾ സ്ക്രിപ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടായിരുന്നു. സെക്ഷനിൽ അവരുടെ അഭിപ്രായം നമ്മൾ എടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ നോക്കും എന്തെങ്കിലും അഭിപ്രായം, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, എന്തെങ്കിലും അവർ പറയുന്ന കാര്യമുണ്ടോ, നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം തിരിച്ച്. അപ്പോൾ അവർ ഓക്കെയാ. ഡിബേറ്റുകളുണ്ടാവും, ചർച്ചകളുണ്ടാവും. ഷോട്ട് എടുക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്, ചില സീൻസ് എടുക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. ക്ലൈമാക്സ് സീൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്
ഉണ്ടായിട്ടുണ്ട്. അനിയൻ സിനിമയിലാണെന്ന് പറഞ്ഞു, എനിക്കൊന്ന് സൗണ്ട് ഡിസൈനർ ആണ്. സൗണ്ട് ഡിസൈനിങ് അപ്പോൾ സ്വാഭാവികമായിട്ടും അനിയൻ സെറ്റിൽ ഉണ്ടാവും. അപ്പോൾ അനിയൻ അവന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് വന്നിട്ട് അഭിപ്രായം, ചേട്ടാ അങ്ങനെയല്ല, അടി ഉണ്ടാക്കിയിട്ടുണ്ട്. അടി ഉണ്ടാക്കിയിട്ടുണ്ട്. ചേട്ടൻ തിരിച്ചു പറയും അങ്ങനെയല്ല, നീ എന്റെ വടവുക്കി പടാന്നൊക്കെ പറയും, എല്ലാം പറയും. അങ്ങനെ തന്നെ. അല്ല അതിനകത്ത് ചേട്ടൻ എന്നെ സാധനമല്ല, വർക്ക് എത്തിക്സ് ഭയങ്കര ആ രീതി തന്നെ നിൽക്കുന്നത്. അല്ല ഞാൻ ചോദിച്ചത് ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് ഇപ്പൊ രോഹിത് സ്ക്രിപ്റ്റ് റൈറ്റർ, ഞാൻ ഡയറക്ടർ ചെയ്തുകൊണ്ടിരിക്കുക. രോഹിത് എൻ്റെ അടുത്ത് ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞു, അതിനകത്ത് രോഹിത്തിന് ഉറച്ച വിശ്വാസമുള്ളതായിട്ട് അത് പറഞ്ഞേക്കുന്നത്. പിന്നീട് വേറെ അഭിപ്രായം വന്നിട്ട് രോഹിത് അത് മാറ്റിയിട്ട് വന്നിട്ട് അടുത്ത് പറഞ്ഞോണ്ടല്ലോ, എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് രോഹിത്തിന്റെ അഭിപ്രായമല്ലത്. രോഹിത് തന്നെ നേരത്തെ കൺവിൻസ് ചെയ്തിട്ടുണ്ട് ഇത് ഇങ്ങനെ വരാവുള്ളൂ, ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റാ അത്, കറക്റ്റാ. പക്ഷെ അതിന് മാറ്റമൊന്നുമില്ല, അതിന് മാറ്റം വരേണ്ട സാധനമല്ല. മാറ്റം വരേണ്ടതാണ് എനിക്കറിയാം. അത് ശരിയാ, എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ശരിയാണ്, ഞാൻ കറക്റ്റാ, അത് ഞാൻ വിവരിച്ചു. നമ്മൾ ഒരുമിച്ച് തീരുമാനിച്ച സാധനം വേറെ ആള് പറഞ്ഞ് പുറമെ പാർട്ടീസ് ലൈനപ്പ് ചെയ്ത് പോകുമ്പോഴത്തേന് അതെനിക്ക് സമ്മതിക്കാൻ പറ്റുന്ന കേസല്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, പ്രശാന്തിന്റെ ഞാൻ ചോദിച്ചത് ബ്രദർ സൗണ്ടിലാണ്. ഇപ്പോൾ സൗണ്ട് ഡിസൈനർ എന്തായാലും സിംഗ് സൗണ്ട് ആണ്. സിംഗ് സൗണ്ട് ചെയ്യുന്ന ആൾ എന്തായാലും പോയി സ്ക്രിപ്റ്റിലോ ഡയറക്ടറിലോ ഇടപെടാറില്ല. നിതിന് ഇതിനകത്ത് സ്ക്രിപ്റ്റ്, ഈ കൂണിനകത്ത് അവൻ സ്ക്രിപ്റ്റ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്യാനും അവനിപ്പോൾ പല സെറ്റിൽ പോകുന്നുണ്ട്. ഒത്തിരി സ്ക്രിപ്റ്റുകൾ ഇങ്ങനെ വായിക്കാറുണ്ട്. ആദ്യം അവർക്ക് സ്ക്രിപ്റ്റ് കൊടുക്കുമല്ലോ. അപ്പോൾ ക്യാരക്ടർ ബിൽഡപ്പ് എങ്ങനെയാണെന്നുള്ള ഒരു തിങ്കിങ് ഒക്കെ ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ട് അവർക്ക് ആദ്യം ഭയങ്കരമായിട്ട് സൗണ്ട് ആകുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി ചലനങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. ഒരു പാട്ട് വൈറലായിട്ടുണ്ട്, അത്യാവശ്യം കയറി. അത് ഗൗരി ലക്ഷ്മിയും യാസിൻ നിസാറുമാണ് പാടിയേക്കുന്നത്. ഞാൻ അവർ പാടണമെന്നൊരിക്കലും ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷെ അവർ എന്നുവെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ കൃത്യമായിട്ട് അവരെ പാടിച്ചു. അത് നമുക്ക് നല്ലൊരു പാടിയിട്ട് കുറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഗൗരി ലക്ഷ്മി വീണ്ടും ഒരിക്കലും നമ്മൾ ചിന്തിച്ചില്ല. അവർ ഇത് നമ്മളപ്പോഴും ഞങ്ങൾ കുറച്ചുപേര് പുതുമകൾ, ഇനി ആ പാട്ട് പാടുന്നവരെല്ലാം പ്രമുഖരായിരിക്കട്ടെ എന്നുള്ള ഇത് വരും. പക്ഷെ അതിലൊക്കെ ഞെട്ടിച്ച നല്ല രീതിയിൽ ചെയ്ത്. ഇപ്പോൾ വേറെ എന്ന് പറഞ്ഞാൽ ഇതിന് ലിറിക്സ് ചെയ്ത് ടിറ്റോ പി തങ്കച്ചൻ, അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടും മലയാളത്തിൽ ഇറങ്ങുന്ന എല്ലാ പാട്ടും നല്ല നന്നായിട്ട് പോകുന്നുണ്ട്. മാന്ത്രിക വരികളാവാം. എനിക്കൊന്ന് പിന്നെ ഇത് OTT റിലീസിന് വേണ്ടിയായിരുന്നു ആദ്യം. ഞാൻ ആമസോൺ പറഞ്ഞിട്ട് പലതവണ നമ്മൾ ഈ പിന്നെ സെൻസർ ചെയ്തപ്പോഴാണ് എയർ സർട്ടിഫൈഡ് ആയി. ചില കണ്ടന്റ്സ് ഇതിനകത്ത് സംസാരിക്കുന്ന പല കണ്ടന്റ്സും സൗണ്ട്സിനും ഒക്കെ ഇതിനകത്ത് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവർ കാണുന്ന സിനിമ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ അതൊക്കെ ഈ ചില സെക്ഷുവലായിട്ടുള്ള കുറച്ച് ഇതൊക്കെ വരുന്നത് കൊണ്ട് കണ്ടൻസ് ഉണ്ട് അതിനകത്ത്. അങ്ങനെ കണ്ടൻസ് വരുന്നത് കൊണ്ട് അത് മാസ്ക് ചെയ്യണം. പിന്നെ തെറി അങ്ങനെയുള്ളതൊക്കെ മാസ്ക് ചെയ്യണമെന്ന് സെൻസർ ബോർഡ് എന്നോട് പറഞ്ഞു. അങ്ങനെയുണ്ടെങ്കിൽ UA തരാം. അപ്പം ഞാനത് മാസ്ക് ചെയ്ത് ഈ പടത്തിൻ്റെ മെയിൻ ഇത് പോയി. അപ്പോൾ വിദേശ രാജ്യത്ത് പോകാൻ വേണ്ടിയാണ് ഞാൻ പിന്നെ അങ്ങനെ ചെയ്ത്. പിന്നീട് നിയമം മാറി OTT. അപ്പോൾ ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല തിയേറ്റർ വരുമെന്ന്. നമ്മളൊരു മിനി സ്ക്രീനിൽ വരുമെന്ന് ഓർത്താൽ വീട്ടിൽ ഇരുന്ന് കാണാം, അല്ലെങ്കിൽ OTT കാണാമെന്ന് വിചാരിച്ച പടം തിയേറ്ററിൽ വരുന്നതിൻ്റെ ഭയങ്കര ഫസ്റ്റ് തിയേറ്ററിൽ വരുന്നൊരു പ്രോജക്റ്റ് ഭയങ്കര പ്ലാൻ. കത്തി വെച്ചിട്ട് എനിക്ക് യു സർട്ടിഫിക്കറ്റ് വേണ്ട, ഏതെണ്ണം മതിയെന്ന് തീരുമാനിക്കാറ്. അഡൽസുള്ളിയാണ് പടം. അഡൽസുള്ളിയാണ്. അപ്പോൾ അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. 18 വയസ്സുള്ള ഒരു ഫാമിലിയിലായിക്കോട്ടെ അച്ഛനും മോക്കും ഇരുന്ന് ഒരുമിച്ച് കാണാം. അപ്പോൾ പടത്തിന് ഏത് സർട്ടിഫിക്കറ്റ് ആണെന്ന് ചോദിച്ചിട്ട് ഫാമിലി ആയിട്ട് പടം കാണാൻ പോകാൻ മടിക്കണ്ട. എന്തെങ്കിലും ഈ ഫാമിലി ആയിട്ട് പോകുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്തെങ്കിലും ഒരു സന്ദേശം ഉണ്ട്. ഞാൻ ഈ അടുത്തിടയ്ക്ക് അടൂർ ഒരു ഹോട്ടലിലേക്ക് കഴിക്കാൻ പോയി. എല്ലാം കഴിച്ചിങ്ങനെ ഒരു ചെറിയ ഹോട്ടലാണ് കഴിച്ച്. അവിടെ ഒരു എല്ലാം പറഞ്ഞ് ഒരു മോൾ മരിച്ച ഫോട്ടോ ഇങ്ങനെ ഉണ്ട്. ഞാൻ ജസ്റ്റ് മോളായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അറിയാതെ എന്നോട് പരിചയപ്പെട്ട ഫിലിം ഡയറക്ടർ എന്നാണ് പടം എന്താണ് സംസാരിക്കുന്നതൊക്കെ എന്നോട് ചോദിച്ചാൽ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് ഒത്തിരി കുട്ടികളൊക്കെ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാറുണ്ട്, ഇങ്ങനെയാണ് സംഭവം എല്ലാം പറഞ്ഞു. അവരുടെ ഉള്ളിൽ ചില വിഷമങ്ങൾ അവരുടെ തന്നെ ഉള്ളിൽ ഒതുക്കിയിട്ട് അടുത്ത സ്റ്റേജ് അവർ ആത്മഹത്യ ചെയ്യുക. അവർ തന്നെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ശ്രമം നടത്തും. പക്ഷെ നടക്കില്ല. പക്ഷെ അങ്ങനല്ല, അത് കഴിഞ്ഞ് ലൈഫ് കൂടെ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ സിനിമ സംസാരിക്കുന്നത് വേ പോകണം. അപ്പോൾ ഞാനിതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവരോട് ചോദിച്ചു, മോളെങ്ങനെ മരിച്ചു? ഞാൻ അപകടം പോലായിരിക്കും, ആത്മഹത്യയായിരുന്നു, പ്രണയം ഉണ്ടായിരുന്നു. ഭയങ്കര ഷോക്കായി പോയി. ഞാൻ പറയാൻ ഉദ്ദേശിച്ച നമുക്ക് ഇങ്ങനെ കുറേ ഇൻസിഡൻസാണ് നമ്മൾ ആൾക്കാർ ആ ഒരു സംഭവമാണ് നമ്മൾ കൊടുക്കാനിരിക്കുന്നത് ആൾക്കാരുടെ ഇടയിലേക്ക്. അതായത് ഇത് നമ്മൾ ചില വികാരങ്ങൾ അന്നേരം ആത്മഹത്യയാണ് വികാരം വന്നത്. ആ വികാരം കഴിഞ്ഞ് നമുക്കൊരു ഒരു റിക്കവറിങ് ഉണ്ട്. ആ സ്റ്റേജിലേക്ക് ആൾക്കാർ പോകണം. അപ്പോൾ അത് ഇതിനകത്തൊരു വേ കാണിക്കുന്നു. ഈ ലഹരിയുടെ വിവിധ തലങ്ങൾ തേടി പോകുന്നവരാണ് ന്യൂ ജനറേഷൻ. കൊച്ചിയിലും ബാംഗ്ലൂരും ഒക്കെ പലതരത്തിലുള്ള ലഹരിയാണ്. അങ്ങോട്ടൊക്കെ വരാം. സസ്പെൻസ് വിളിക്കല്ലേ, എൻ്റെ ചോദ്യത്തിന്റെ സസ്പെൻസ് വിളിക്കരുത്. സംവിധായകൻ അത് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് നീട്ടി വലിച്ച് പറയാൻ വെച്ചേക്കുന്ന സാധനമാണ്. ഇപ്പോൾ സിഗരറ്റ്, മദ്യം, കഞ്ചാവ്, എമ്മടിക്കുക എന്നൊക്കെ പറയും.
രാസലഹരി, Yes. മാജിക് മഷ്റൂം അതെ. ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഒരു വലിയ സംഭവമാണ്. മാജിക് മഷ്റൂം അടിക്കാൻ വേണ്ടി കൊടൈക്കനാലിൽ ട്രിപ്പ് പോകുന്ന ആളുകൾ. കൊടായി മഷ്റൂം. അപ്പം സ്വാഭാവികമായിട്ടും കൂൺ മഷ്റൂമാണ് കൂൺ. അപ്പോൾ അങ്ങനെ ഒരു ധാരണ ഇത് മറ്റേ ഇടുക്കി ഗോൾഡ് പോലെ അതെ കൂണെന്ന് പറയുമ്പോൾ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ട്രോള് ഈ പോസ്റ്ററുകളും വരികയാണ്. കൊച്ചി നഗരം, വലിയൊരു കമ്പനിയിൽ ജോലി, കൂടെ താമസിക്കാൻ വൈബുള്ള പെണ്ണ്, താമസിക്കാൻ ഫ്ലാറ്റ്, ഒപ്പം ഒരു മാജിക് മഷ്റൂം, ഒരു കൂണിന്റെ സാന്നിധ്യം. ഓക്കെ. സത്യത്തിൽ ഇത് ഒരു മാജിക് മഷ്റൂമിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന സിനിമയാണോ? ഉണ്ട്. മാജിക് മഷ്റൂം ഇതിനകത്തൊരു ക്യാരക്ടറാണ്, പക്ഷെ അതല്ല മെയിൻ ആണോ? ക്യാരക്ടറാണ് അതിനകത്ത് ഇൻവോൾവ്മെന്റ് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് ഇൻവോൾവ്മെന്റ് ഇത് കാണിക്കുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് സ്റ്റഡി ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ കാർബൺ സിനിമ കണ്ടപ്പോഴത്തേന് ഫഹദ് ഫാസിൽ ഇത് കഴിക്കുന്നുണ്ട് ലാസ്റ്റ്. അപ്പോൾ വൈബ് തെറ്റിയിട്ട് വേറൊരു ലോകത്തേക്കാണ്. അപ്പോൾ ആ ഒരു സാധനം അപ്പോൾ അതിങ്ങനെയാണ്. ഞാൻ ഇതിനെപ്പറ്റി ചോദിച്ചു ആൾക്കാരോടൊക്കെ. ഇല്ല ചെയ്തിട്ടില്ല, ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആഗ്രഹം അല്ല, ഇതെന്താണെന്നുള്ള ടേസ്റ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ വൈബ് എന്നാന്ന് അറിയാൻ വേണ്ടി ഇതാണ് നോക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഇതൊരു നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് സംഭവം ഇങ്ങനെയാണ്. ഇങ്ങനൊരു വേറൊരു ലോകത്തേക്ക് അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചിന്ത പോവും, അങ്ങനത്തെ സംഭവം. അവരെന്താ എന്തിനെയാണ് ആലോചിക്കുന്ന ആ രീതിയിലേക്ക് പോകും എന്നുള്ള സാധനമാണ്, വേറൊരു ലോകമാണ്. അപ്പോൾ അതാണ് അവിടെ ഞാൻ ആ പടത്തിൽ കണ്ടത്. അപ്പം ഞാൻ കാർബൺ കണ്ടു. അത് കഴിഞ്ഞ് 2-3 ഷോർട്ട് ഫിലിംസൊക്കെ ഇങ്ങനെ ഇങ്ങനെ വന്നു. അപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ ഈ പടത്തിൽ ഇതിനകത്ത് ഇവരുപയോഗിക്കുന്ന ഇവൻ്റെ ഒരു വസ്തുവായിട്ട് ഉപയോഗിച്ചാൽ കൊള്ളാമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ഇവനിത് മേക്ക് ചെയ്യുന്ന രീതിയൊക്കെ ഒരു സസ്പെൻസായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കണ്ടിട്ട് മറ്റേ ഇടുക്കി ഗോൾഡ് കണ്ടിട്ട് കുട്ടികൾ കഞ്ചാവ് ഉപയോഗം കൂടിയെന്ന് പറയുന്നതിൻ്റെ കൂൺ കണ്ടിട്ട് ആളുകൾ മഷ്റൂം അടിക്കാൻ പോവോ? അങ്ങനെ ഇതില്ല. അതിന് അങ്ങനെ ഒരു പ്രൊമോഷൻ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നില്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഓരോരുത്തർക്കും ഓരോ വികാരങ്ങൾ അവൻ്റെ വൈകല്യങ്ങളായിട്ട് മാറും. മനസ്സിലായി? ആ വൈകല്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ പടം അവൻ്റെ വൈകല്യത്തെ പ്രോത്സാഹിപ്പിച്ച് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഈ ഇതിനകത്ത് പറയുന്നത്. പല പല വികാരങ്ങൾ, പല സൈക്കോളുണ്ട്, നമുക്കറിയാം, പല പല സ്റ്റേജിലുള്ള. അപ്പോൾ ഞാൻ ഇതിനകത്ത് കഥ പറയുമ്പോൾ ഒരു നടനോട് പറഞ്ഞപ്പോഴത്തേന് അവൻ എന്നോട് ആർഗ്യുമെൻ്റ് അന്ന് ചെയ്ത് കഥ കേട്ടിട്ട് പറഞ്ഞു, ഇതിങ്ങനെ സൈക്കോൾ ഒരിക്കലും ഇങ്ങനെ പ്രണയിക്കത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. പ്രണയം തന്നെ ഒരു സൈക്കോ ആയിട്ട് നിൽക്കുന്നവൻ അവൻ പ്രണയിക്കും. സൈക്കോസം പല രീതിയുണ്ട്, ഏത് രീതിയിലുണ്ട്. അതെ, മനസ്സിലായി. നമുക്ക് എല്ലാ മനുഷ്യരിലും ഉണ്ട് സൈക്കോ, മനസ്സിലായി? അവന് പോലും തിരിച്ചറിയാത്ത ഒരാൾ അവൻ്റെ ഉള്ളിൽ ഉണ്ട്. മനസ്സിലായി? എനിക്കിപ്പം മനസ്സിലാവുന്നത് പടം സർട്ടിഫിക്കറ്റ് ആണ്. മാജിക് മഷ്റൂം ഉണ്ടെന്ന് പറയുന്നു, പ്രണയം ഉണ്ടെന്ന് പറയുന്നു, ലിവിങ് ടുഗദർ ഉണ്ടെന്ന് പറയുന്നു, നല്ല പാട്ടുകളുണ്ട്, ഇപ്പതാ സൈക്കോസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. ഇത് മൊത്തത്തിൽ ഇത് ആകെ ആക്ഷനോടെ ഉണ്ടായിരുന്നു വരണ്ടേ. ആക്ഷൻ ഇടാനുള്ള സമയമില്ലായിരുന്നു. പ്രൊഡ്യൂസർ ഇന്ന ടൈം ലെങ്ത് തന്നിട്ടുണ്ടായിരുന്നു, ലോക്ക്ഡൌൺ ആയിരുന്നു, ഈ സമയത്തിനുള്ളിൽ പടം തീർക്കണമെന്ന് പറഞ്ഞ് ത്രില്ലറാന്ന് പറഞ്ഞാൽ ആക്ഷന്റെ ഒരു കുറവാനകത്തുണ്ട്. അടുത്ത പടത്തിൽ ആക്ഷൻ ഉണ്ട്. സെക്കൻഡ് പാർട്ട് പടം കണ്ടു കഴിഞ്ഞിട്ട് എവിടെ ആക്ഷൻ വരുന്നത് എന്നോട് പറയും. പടം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി ഇരിക്കും. അതെ, ഓക്കെ. അപ്പോൾ എന്തായാലും പ്രേക്ഷകര് ഇത് ഞാൻ വളരെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ്. ഇതെന്താണ് പ്രശാന്ത് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് കാണാൻ പറ്റി. പടത്തിൽ 100% കോൺഫിഡൻറ്റ്. ഞാൻ ഈ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് പ്രശാന്തുമായിട്ട് സംസാരിച്ചപ്പോൾ 100% കോൺഫിഡൻ്റ് ആണ്. ഞാൻ OTT പ്രതീക്ഷയാണ്, പക്ഷേ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ അത് തിയേറ്ററിൽ പോയി കാണുന്ന കുടുംബങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആണെന്ന് ചോദിച്ചാൽ കുടുംബമായി പോവാതിരിക്കേണ്ട, കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന പൈസ മുതലാകുന്ന ഒരു സിനിമയായിരിക്കും, ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും പ്രശാന്ത് ഒരുക്കിയിരിക്കുന്നത്. പ്രശാന്തെ, ഇപ്പോൾ അടുത്ത ഒരു സിനിമ എന്ന് പറയുന്നത് കൂണിന്റെ സെക്കൻഡ് പാർട്ട് ആയിരിക്കുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയിരിക്കും? കൂണിന്റെ സെക്കൻഡ് പാർട്ട് ഇതിൻ്റെ ഒരു ഇതനുസരിച്ച് പിന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് റീസെറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ അതിൻ്റെ ആദ്യം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്ന് വേറെ ആർട്ടിസ്റ്റ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു പടം അവിടെ ചെയ്ത് കഴിയുമ്പോൾ ആർട്ടിസ്റ്റ് അത്യാവശ്യം നമുക്ക് വരാൻ സാധ്യതയുണ്ട്. റോബിൻ ബസ് ആണ് പ്ലാൻ ഇടുന്നത്. ഞാൻ റോബിൻ ബസ്സിൽ തന്നെ പിടിച്ചു പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രശാന്ത് പടം അനൗൺസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ ഒരു ആശംസ അയച്ചപ്പോൾ പ്രശാന്ത് എനിക്കൊരു മെസ്സേജ് അയച്ചായിരുന്നു. റോബിൻ ബസ്സിൽ യൂട്യൂബേഴ്സിന്റെയും ചാനലുകാരുടെയൊക്കെ ഒരുപാട് ആവശ്യമുണ്ട്, ഉറപ്പായി ഞാൻ രോഹിത്തിനെ വിളിക്കും, വരണം, ആദ്യമായിട്ടാണ് ഒരു സംവിധായകൻ വരണം എന്നൊക്കെ മെസ്സേജ് അയക്കുന്നത്. അപ്പോ പ്രശാന്തിന്റെ ഞാനങ്ങ് പറഞ്ഞു കേൾക്കാം. അടുത്ത പടം ചില റിയൽ ലൈഫിൽ നിന്ന് കുറച്ച് ക്യാരക്ടേഴ്സ് അതിനകത്ത് വന്നാൽ അത്രയോടെ ബ്യൂട്ടി ആവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുത്ത പ്രശാന്ത് മറന്നുപോയാലും കൂടെ ഹിറ്റായി പ്രശാന്ത് അങ്ങ് മറന്നുപോയാലും അയച്ചു കൊടുക്കാൻ വേണ്ടി ഒരു വീഡിയോ ഞാൻ ഇപ്പോഴും അങ്ങ് ഷൂട്ട് ചെയ്ത് വെക്കുക. പ്രശാന്ത് ബ്രോ അടുത്ത പടത്തിൽ എനിക്ക് അവസരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, മറന്നു പോകരുത്. ഇപ്പോൾ അടുത്ത അതാണ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് പ്ലേസിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു.
ഇനി അത് കഴിഞ്ഞിട്ട് ഒരു 3 ഉത്തരത്തിൽ സ്കിപ്പായില്ലേ? ഏതാ ഞാൻ പറഞ്ഞത് സ്കിപ്പായി. ഇല്ല നിങ്ങളതിന് ഉത്തരം ഓൾറെഡി പറഞ്ഞു ഞാൻ ഇപ്പോഴെ ക്യാമറ റെക്കോർഡ് ചെയ്ത് നാട്ടുകാരെ കേൾപ്പിക്കും. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. റിയൽ ലൈഫിൽ നിന്ന് എനിക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് വേണം. അങ്ങനെ രോഹിത്ത്, അങ്ങനെ എൻ്റെ കുറച്ച് ഫ്രണ്ട് സർക്കിളിലുള്ള കുറച്ച് പേര് താല്പര്യം ഉണ്ടെന്നുള്ള രീതിയിൽ ഞാൻ എന്നെയും പ്രശാന്ത് സിനിമയിലെടുത്തു. അപ്പൊ അങ്ങനെ അത് തന്നെ സിനിമയിലെടുത്തു. എന്റെ രണ്ടാമത്തെ സിനിമയാണ് അതെ. അത് റിയൽ ലൈഫ് ക്യാരക്ടർ ആയതുകൊണ്ട് കൂടുതൽ എനിക്ക് കുറച്ച് പെട്ടെന്ന് ടേക്ക് എടുത്ത് വിടാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ഇതിന് വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്യും. അങ്ങനെ അല്ല പ്രശാന്ത്, ഇത് ഞാൻ നമ്മൾ തമാശ പറയുന്നതല്ല. നമ്മൾ ചില സാധനമാണ്. ഇപ്പം ഞാൻ അടുത്തിടയിൽ ഇവിടെ ആലുവയിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തായ ഒരു ചേട്ടൻ വിളിച്ചിട്ട് എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു ആലുവയുണ്ട്. നീ ലൊക്കേഷൻ അയച്ചത് ഇങ്ങോട്ടൊന്ന് വരുമോ? എന്താ പറ്റിയ? ഒന്ന് ഒരു അത്യാവശ്യം ഒരു കാര്യം വന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു സെറ്റാണ്. അപ്പോൾ പുള്ളി എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുള്ളി സമക്ഷ എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടിയിട്ടൊരു ഹ്രസ്വചിത്രം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഷോർട്ട് ഫിലിം നമ്മൾ അത്രേ ചെയ്തുള്ളൂ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പുള്ളി പറഞ്ഞു, എടാ ഇത് ഒരു മോട്ടിവേഷൻ ട്രെയിനറുടെ ഒരു വേഷമോ, നീ ഒന്ന് ഇൻസേർട്ട് ചെയ്തേ പെട്ടെന്ന് ഡയലോഗ് ഒന്ന്. ഞാൻ ചേട്ടാ ഇത് അതിൽ ഒരു കുഴപ്പമില്ല, 5 മണിയായി, 6 മണിക്ക് മുമ്പ് എടുത്ത് തീർക്കാൻ വേണം, ഒരു നീണ്ട ഒരു ഡയലോഗ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കട്ട് ചെയ്തെടുക്കാം, നീ ധൈര്യമായിട്ട് നീ സാധാരണ ക്ലാസ് എടുക്കുന്ന പോലെ നീ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് പുള്ളി ഒരു മൈക്കൊക്കെ കൊണ്ട് തന്നിട്ട്, ഞാൻ ഷോർട്ട് ഫിലിം അല്ലേ, നമ്മൾ വലിയ സംഭവം, പക്ഷേ വലിയ യൂണിറ്റൊക്കെ ഉണ്ട്. എടുത്തു കഴിഞ്ഞിട്ട് പുള്ളി എനിക്ക് ഒരു ദിവസം ഒരു ഇൻവിറ്റേഷൻ അയച്ചു തരിക, വനിതാവിൻ്റെ ഇതിൽ പ്രിവ്യൂ. ഷോർട്ട് ഫിലിമിൻ്റെ പ്രിവ്യൂ. കാരണം നമ്മൾ ആരെങ്കിലും 10 പേരെ കാണത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു വണ്ടി ആളുമായിട്ട് അവിടെ പോയി ഓഫീസിലെ പിള്ളേരെയൊക്കെ വിളിച്ചിട്ട് അവിടെ ചെന്നപ്പം ഹൗസ്ഫുൾ. സാധാരണ ഈ സമക്ഷ എന്ന് പറയുന്ന സംഘടന കണ്ണ് കാണാൻ വയ്യാത്തവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അവരുടെ മൊത്തം ഗ്രൂ. അതിൻ്റെ ഔട്ട് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ആളുകൾ കരയുക, കാരണം അവർക്കത് ഇങ്ങനെയുള്ള ഫാമിലിയിൽ നിന്ന് വന്നേക്കുന്നവരാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതും കഴിഞ്ഞ് ഞാൻ എന്നെ ഞെട്ടിച്ചെന്താന്ന് വെച്ചാൽ ഇത് യൂട്യൂബിൽ റിലീസായില്ല. ഞാൻ ഇടയ്ക്ക് ഇത് യൂട്യൂബിലിട് എന്ന് പറയുന്നുണ്ട്. ഇത് ഒരു വർഷം ഇവർ 8 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത് അത്രയും സംസ്ഥാനങ്ങളിൽ ഇത് ഓടിച്ചു. ഇപ്പോൾ ഇന്നലെ എനിക്ക് ഒരു നോട്ടീസ് അയച്ചു, ഏതോ ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടിക്കിടയ്ക്ക് ഇത് സ്ക്രീൻ ചെയ്യുന്നു. ഞാൻ നോക്കുമ്പോൾ ഞാനിരുന്ന് ഹിന്ദിയൊക്കെ പറയുന്നു. ഇത് ഇപ്പോൾ അത് കഴിഞ്ഞ മാസം ഡബ് ചെയ്തിട്ട് കഴിഞ്ഞ മാസം ഇത് യൂട്യൂബിൽ റിലീസ് ചെയ്തു. അപ്പോൾ അന്നൊരു ഫോൺ വിളിക്കുമ്പോൾ പുള്ളിയെടുത്ത് ഞാൻ ആലുവയില്ല കേട്ടാ, ഞാൻ അവിടെയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ ഒരു അവസരം നഷ്ടപ്പെടും. നമുക്ക് റിജക്ട് ചെയ്തു ഒരാള് ചിലപ്പോൾ. എൻ്റെ ഇതിനകത്ത് ഞാൻ പറയട്ടെ, ഇപ്പം നമ്മുടെ ഇതിനകത്ത് ലക്ഷ്മിക സജീവ് എന്ന് പറഞ്ഞു, കുട്ടി മരിച്ചുപോയി, അറ്റാക്ക് വന്നു. ആ കുട്ടി ഇതിനകത്ത് അഭിനയിച്ചപ്പോൾ അന്ന് ഇപ്പം രോഹിത്ത് ഫേസ്ബുക്കിൽ ചോദിച്ചു തൊട്ട്, ചേട്ടാ എന്നാലും പടം ഉണ്ട് എനിക്കിടെ അവസരം തന്നെ. അങ്ങനെ അന്ന് തൊട്ട് ആളൊരു 10 വർഷം മുമ്പ് എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരാളാണ്. എനിക്ക് പ്രശാന്ത ഫേസ്ബുക്ക് മരണപ്പെട്ടപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ ഞാൻ നോക്കുന്നു. അപ്പോൾ ആളിങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ പ്രോജക്റ്റ് വന്നപ്പോൾ അപ്പോൾ ചേട്ടാ ഇങ്ങനെ നിങ്ങൾ 2 ദിവസത്തേക്കാണ് എന്നെ വിളിക്കുന്നത്, നീ കുറച്ച് ഡേറ്റ് കൂട്ടിത്ത. ഞാൻ പറയാം എൻ്റെ ഈ ക്യാരക്ടർ അടുത്ത പ്രോജക്റ്റ് നിനക്ക് നല്ല ക്യാരക്ടറാണ്, ഇതിനകത്ത് നിനക്ക് ആ പോയിന്റിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇത് പറഞ്ഞപ്പോൾ ഞാൻ വേറെ കാര്യം പറയട്ടെ. ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ ബിഗ് സ്ക്രീനിൽ മോൻ കാണിക്കുന്ന മറ്റേ വെള്ളരിപ്പട്ടണം എന്ന് പറയുന്ന മഞ്ജു വാര്യരുടെ സിനിമയാണ്, മഞ്ജു വാര്യർ സൗബിൻ സിനിമയാണ്. അതിൻ്റെ അസോസിയേറ്റ് വെൺമണി ഷൂട്ട്. അതിൻ്റെ അസോസിയേറ്റ് ശ്രീധരൻ, നമ്മുടെ ചീഫ്, നമ്മൾ ഏറ്റവും അടുത്ത ശ്രീധരൻ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട്, ഞാൻ നിനക്കൊരു വേഷം. അപ്പം ഞാൻ ഇല്ല, നിങ്ങൾ സംവിധായകനാകുമ്പോഴേ ഞാൻ അഭിനയിക്കുന്നുള്ളൂ, ഇങ്ങോട്ട് ഒരു സാധനം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് താടി വളർത്തിക്കൊള്ളാൻ പറഞ്ഞു. നേരത്തെ ഞാൻ താടിയൊക്കെ ആയിട്ട് അവിടെ ചെന്നപ്പോൾ വേഗം വന്ന് ഇങ്ങനെ നോക്കിയിട്ട്, താടി എടുക്കണം കേട്ടോ. ഞാൻ ഇയാളെങ്ങനെ നോക്കി, നമ്മൾ കഷ്ടപ്പെട്ട് താടിയൊക്കെ വളർത്തിട്ട് പുള്ളി താടിയൊക്കെ എടുത്തു. എന്നോട് അമ്പല കമ്മിറ്റിക്കാരൻ്റെ വേഷമാണ്. അപ്പോൾ 4 പേര്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ അമ്പലമൊക്കെ ആയിട്ട് നടന്നതാണല്ലോ, പുള്ളി ഇത് കണ്ടോണ്ടിരിക്കുന്ന ചന്ദനക്കുരിയൊക്കെ തൊടിച്ച് തന്നു, മുണ്ട് ഉടുപ്പൊക്കെ ഇട്ടു. അപ്പോൾ ഞാൻ നല്ല മുണ്ട്, ഇതൊന്നും വേണ്ട, വേറെ അവർ തന്നെ ഒരു കളറൊക്കെ എടുത്തിരിക്കുന്നു. അല്ല, നമ്മൾ 4 പേര് അവിടെ ചെല്ലുന്നു. മറ്റേ സൗബിനോട് 2 ഡയലോഗ്, മഞ്ജു വാര്യരോട് 2 ഡയലോഗ്. അപ്പം എനിക്കിതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവുന്നൊന്നുമില്ല. ഞാൻ ചെല്ലുന്നു, നമ്മളെന്താ ഇവർ പറഞ്ഞെന്ന സാധനം പറയുന്നു, സൗബിൻ കൗണ്ടർ അടിക്കുന്നു, തിരിച്ച് ഇങ്ങോട്ട് നിന്ന് മഞ്ജു വാര്യരോട് 2 ഡയലോഗാണ്. അപ്പം മറ്റേ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവർ സ്പോട്ട് ചെയ്ത് വെച്ചങ്ങനെ കാണുമല്ലോ, നമ്മൾ ചെന്നതിൻ്റെ ഇടയിൽ കൂടെ ചെന്ന് നിന്നിട്ട് ശ്രീധരനോട്, നമ്മുടെ സുഹൃത്താണല്ലോ ചീഫ്, പുള്ളി അവിടെ നിൽക്കുമ്പോൾ നമ്മൾ അടുത്ത് പോയി നിന്നിട്ട് ഇങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്, എടാ ഞാൻ പറഞ്ഞ ഒരു ഡയലോഗ് മാസ്ക് ആണ് അവിടെ എക്സ്പ്രഷൻ ഇട്ടേക്കുന്ന കേട്ടോ. ഞാൻ ശ്രീധരൻ ഇങ്ങനെ മാന്ത. അപ്പോൾ ശ്രീധരൻ വെയിറ്റ് എന്ന് പറഞ്ഞു. അപ്പം ഡയറക്ടറോട് പറഞ്ഞിട്ട് അത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഞാനിങ്ങനെ പോന്നു കഴിഞ്ഞിട്ട് രാത്രി പുള്ളിയെ വിളിച്ചു, ഇതിനാണോ നിങ്ങൾ എന്നെ എറണാകുളത്ത് അവിടെ വരെ വിളിച്ചു വരുത്തിയ 2 ഡയലോഗ് പറയാൻ എന്നൊക്കെ പറഞ്ഞ്. അതും പുള്ളി എടാ അത് വലിയ കാര്യം, നിനക്ക് മനസ്സിലാവാനിട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇത് ഒഴിവായി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ഇത് പറഞ്ഞുകൊണ്ടായിരിക്കും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇവിടെ ഒരു ഉത്സവത്തിൻ്റെ അതിൻ്റെ ഒരു ഉത്സവ സീനുണ്ട്, നീ വാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ആഡ് ഓൺ ചെയ്യാൻ നോക്കാം. അപ്പം ഞാനും എൻ്റെ അന്നത്തെ ക്യാമറമാനും കൂടിയാണ് പോണേ. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ക്യാമറമാനായിട്ട് വന്ന ആൾ എൻ്റെ ചേട്ടാ എനിക്ക് എവിടെയെങ്കിലും നിൽക്കാനെങ്കിലും ഒരു സാധനം വേണം. അവിടെ ഞാൻ പറയുന്ന മോശമല്ലേ. അപ്പോൾ പുള്ളി ഇവന് പരിചയമുള്ള ഒരു അസിസ്റ്റന്റ് ഇതിനകത്ത് എങ്ങനെയോ കണ്ടു, ഇവനോട് ചോദിച്ചിട്ട് ഇവൻ ദൂരെ, അതായത് ഒരു വൈഡ് വെച്ചേക്കാണ്, അതിൻ്റെ ഒരു മൂലയ്ക്ക് പോയി നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ഇവൻ വീണ്ടും കൊല്ലത്ത് കരുനാഗപ്പള്ളി എവിടെയോ ഷൂട്ട് നടന്ന സമയത്ത് കോളേജിൻ്റെ സീനിലും ഒറ്റത്തെങ്കിലും പോയിരുന്നിട്ടുണ്ട്.
പക്ഷെ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന സാധനം എന്ന് വെച്ചാൽ ഇവൻ എൻ്റെ ക്യാമറമാനായിട്ട് വന്ന ആള് ഈ പ്രമുഖ സീരിയലിൽ ഒരു 100-300 എപ്പിസോഡ് അഭിനയിച്ചിട്ടുള്ള നടനാ. അവൻ ക്യാമറമാനായിട്ട് നമ്മളോട് സൗഹൃദത്തിന് പുറത്ത് നമ്മുടെ കൂടെ വരുന്ന ആളാ. 300 എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത എപ്പിസോഡിൽ അഭിനയിച്ച ആളാണ് ഈ സിനിമയുടെ ഒരു മൂലത്തിൽ. അപ്പോഴാണ് ഞാൻ പോയിട്ട് പിന്നീടാണ് എനിക്ക് മനസ്സിലായി ഇതിന്റെ ഡെപ്ത്. ഞാൻ ഡയലോഗ് പറഞ്ഞ ആരോടാ? മഞ്ജു വാര്യരോടും സൗബിനുമാണ് 2 ഡയലോഗ് എൻ്റെ വേഷം. അപ്പോഴും ഞാൻ ഇത് വിട്ടു. സിനിമ റിലീസായി ഞാൻ പോയി കണ്ടു. ഞാൻ എൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ സാധാരണ ഇതിൽ ഇടുമല്ലോ. സിനിമ റിലീസായിട്ട് അന്ന് പോയിട്ട് നമ്മുടെ ഹരി പത്തനാപുരമുണ്ടല്ലോ, ജോത്സ്യൻ ഹരിച്ചേട്ടൻ ഒരു വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരിക. അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചു. സിനിമ കഴിയുന്ന സമയം നോക്കി തിരിച്ചു വിളിച്ചു, ചേട്ടാ ഇത് കണ്ടിരിക്കാനും നോക്കി വീഡിയോ എടുക്കാനും വേണ്ടിയുള്ള സമയത്തോളം ഞാൻ സ്ക്രീനിൽ ഉണ്ടായിരുന്നു. അപ്പൊ സിനിമയിൽ ഒരു കുഞ്ഞു സാധനം എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണെന്നുള്ളത് എന്റെ തിരിച്ചു. അന്ന് തൊട്ട് കൂടെ ഇരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് ഫോൺ എടുത്ത് എടുക്കണ്ടേ? ഹരിച്ചേട്ടൻ അറിയില്ല ഞാൻ ആ പടത്തിലുണ്ടെന്ന്. പക്ഷെ ഹരിച്ചേട്ടൻ പെട്ടെന്ന് ആ വൈഡിൽ എന്നെ കാണുന്നു. കണ്ടപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞിട്ട് ഫുള്ളി ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചേക്കുക, എടുത്ത് അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു. പിന്നീട് എറണാകുളത്തൊരാൾ, നമ്മുടെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, സിനിമയിൽ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അതെ, ഞെട്ടിപ്പോയി. കാരണം നമ്മളന്ന് വളരെ രസകരമായി തമാശയോടെ പോയി ചെയ്തിട്ട് വരുന്നൊരു സാധനമാണ്. അത് ജീവിതത്തിന്റെ അവസാനം വരെ മാർക്ക് ചെയ്തിടുകയാണ്. അപ്പം പ്രശാന്ത് ഞാൻ പറഞ്ഞു വന്ന വേറെ പോയിന്റ് ഉണ്ട്. ഞാൻ ഒരിടയ്ക്ക് കഥ പറഞ്ഞൊരു ഒരു നടി, പ്രധാനപ്പെട്ട നടിയാണ്, അവര് പറഞ്ഞില്ല. അവര് അന്ന് പറഞ്ഞപ്പോൾ അവർ വേറെ നല്ലൊരു പ്രോജക്റ്റ് ഇപ്പോൾ ഹിറ്റായ കഴിഞ്ഞിടയ്ക്ക് ഹിറ്റായ ഒരു പടത്തിന്റെ പ്രധാന കഥാപാത്രം ചെയ്ത ആളെന്നോട് പറഞ്ഞു, ഞാൻ ഡയറക്ടർ എന്നോട് ഇത്ര ദിവസം ഞാൻ ഷൂട്ട് ചെയ്തുള്ളൂ, വലിയ റോളൊന്നും അല്ലെന്ന് പറഞ്ഞു. ഞാൻ സിനിമ കണ്ടപ്പോൾ ആള് നിറഞ്ഞുണ്ട്. ഇത്ര 4-5 ദിവസം ഉള്ളായിരുന്നു. പക്ഷേ ഒന്നോർത്ത് വയ്ക്കേ, അവർ ജഡ്ജ് ഈ ആർട്ടിസ്റ്റ് ജഡ്ജ് ചെയ്യുന്നോട്ടല്ല, നമുക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ ഡയറക്ടർക്ക് ചിലപ്പോൾ ആ ഒരു ചില സാധനം. ഇപ്പം പ്രശാന്ത് പറഞ്ഞ മരണപ്പെട്ടു പോയ കുട്ടി, പ്രശാന്ത് അന്നൊരിക്കൽ ഒരു നോ പറഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടിയുടെ മരണത്തിൽ പ്രശാന്തിന് എന്തുമാത്രം ലാസ്റ്റ് പടം സാധനം. പക്ഷെ ആള് കണ്ടില്ല, പടം കാണാൻ പറ്റിയില്ല. പക്ഷെ അതല്ല, എന്നാ പോലും ഒരു അടയാളപ്പെടുത്തലായ അയാള് ഇവിടെ നമ്മുടെ ഇടയിൽ നിൽക്കല്ലേ. നാളെ ഞാൻ ആലോചിക്കണം, നാളെ എനിക്ക് എന്തെങ്കിലും തമാശ പുള്ളി പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെയൊക്കെ ആത്മാവിന്റെയൊക്കെ പ്രാർത്ഥനയായിരിക്കാം ഒരു പക്ഷേ പ്രശാന്തിന്റെ പടം തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ഏതായാലും സിനിമ വലിയ വിജയമാകട്ടെ. പ്രശാന്ത് മോളിക്കൽ ഒരു വലിയ സംവിധായകനായി മലയാളത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. പുതിയ ആളുകൾക്ക് അവസരങ്ങൾ കൊടുക്കാൻ സാധിക്കട്ടെ. ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് വെറുതെ പറഞ്ഞ ആണ്, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എന്തായാലും പുതിയ ആളുകൾക്ക് എപ്പോഴും അവസരങ്ങൾ കൊടുക്കും. പക്ഷേ എപ്പോഴും എനിക്ക് 2014 ഒരു ഉച്ചയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എൻ്റെ മുന്നിൽ ഒരു വോഡാഫോണിൽ എക്സിക്യൂട്ടീവ് നാളെ കൈ കൊടുത്ത് സംസാരിച്ച ഒരാൾ പിന്നീട് എൻ്റെ മുന്നിൽ 2024 8 വർഷങ്ങൾക്ക് ഇപ്പോൾ സംവിധായകനായിട്ടിരിക്കുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. വർഷങ്ങൾക്ക് ശേഷം രോഹിത്തിനെ കണ്ടതിൽ, പ്രത്യേകിച്ച് രോഹിത്തിൻ്റെ ചാനൽ പ്രസൻറ്റേഷൻ എല്ലാം കാണാറുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ രോഹിത്ത് വിളിക്കുന്നു. പെട്ടെന്ന് ഈ ഒരു അവസരത്തിൽ അറിയാലോ, ഞാൻ നല്ല ടെൻഷൻ. പക്ഷേ രോഹിത്തോട് ഇത്ര നേരം ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിനുണ്ടാകുന്ന ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി കേട്ടോ. രോഹിത്ത് അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ടീമിനൊക്കെ നല്ല മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു നിങ്ങളുടെ ആ ഒരു അന്നത്തെ ജേർണലിസ്റ്റ് മുഴുവൻ ടീമിനും നിങ്ങളൊരു മോട്ടിവേഷൻ കൊടുത്ത് വലിയൊരു ഈവൻ്റൊക്കെ അന്ന് പ്ലാൻ ചെയ്തത്. അത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ഞാൻ ക്യാമറയ്ക്ക് പിന്നിലായിരുന്നു. എന്തായാലും ചാനലിന് എല്ലാ വിജയങ്ങളും നേരുന്നു. അതുപോലെ സിനിമ എല്ലാവരും ചാനലിലെ എല്ലാ സുഹൃത്തുക്കളും കാണണം. ഓക്കെ, അഭിപ്രായം പറയണം. ഓക്കെ, താങ്ക് യു.